ഇത്ര പെട്ടെന്ന്? അല്ലേടാ, നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ പോവൂലടാ, നിന്നെ വിട്ട്, ഇവിടെ ഒക്കെ വിട്ട്, പപ്പയും മമ്മിയും സണ്ണിച്ചാനിയും ബേബാൻഡിയും ഒക്കെ വിട്ട്. ഞാൻ എന്താ അത് ഓർക്കാഞ്ഞത്? എല്ലാം എല്ലാ കാലത്തും ഒരേമാതിരി ആവില്ലല്ലോ. പോകേണ്ട സമയമാകുമ്പോൾ പോകണം, പിരിയേണ്ട സമയമാകുമ്പോൾ പിരിയണം. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. പോണം, എവിടേക്കായാലും പോണം, എത്ര ദൂരത്തേക്കായാലും പോണം. പിന്നെ നിനക്ക് നിൻ്റേതായ ലോകം, നിൻ്റേത് മാത്രമേ 100 കൂട്ടം കാര്യങ്ങൾ. അതിനിടയ്ക്ക് വല്ലപ്പോഴും ഒരു കത്ത്, അല്ലെങ്കിൽ ഫോൺ കോൾ, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്, ഒരു ന്യൂ ഇയർ കാർഡ്. പിന്നെ ചിലപ്പോൾ തിരക്കിനിടയിൽ അത് മറക്കും. എല്ലാ ഫ്രണ്ട്ഷിപ്പും ഒടുവിൽ അവിടെ ചെന്നാടെ എത്തുക. അത് നിന്റെ കുറ്റമല്ല, ആരുടെയും കുറ്റമല്ല. ട്രൂത്ത്, ദ റിയൽ ട്രൂത്ത്. ഇല്ല, എനിക്കത് ഓർക്കാനേ പറ്റുന്നില്ല. പറ്റൂടാ എനിക്ക്? നിനക്ക് പറ്റുമോ? അന്ന് യൂണിവേഴ്സിന് പോയപ്പോ ആ ഒരാഴ്ച എന്ത് വീർപ്പുമുട്ടലായിരുന്നു ഇല്ലേ? ഇതിപ്പോ പോയ പിന്നെ എന്താണെന്ന് പോലും അറിയാതെ. ഒരുപക്ഷെ 2 or 3 കൊല്ലം കഴിഞ്ഞ് ആ അമ്മാമ്മ പറഞ്ഞ പോലെ ഒക്കത്തൊരു കൊച്ചു കുറുമ്പനൊക്കെയായി തടിച്ചു വീർത്ത് മുടിയൊക്കെ ബോബ് ചെയ്ത് 4-5 വലിയ സൂട്ട് കേസുകളുമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നീ വന്നിറങ്ങും. അപ്പോൾ സമയമുണ്ടെങ്കിൽ റിസീവ് ചെയ്യാൻ ഞാൻ വരും. നിനക്ക് തമാശ. ഇപ്പൊ ഓർക്കുമ്പോ ഒന്നും വേണ്ടായിരുന്നു തോന്നുക. ഈ പ്രേമവും ഈ കല്യാണവും ഒന്നും. അല്ലെങ്കിൽ പ്രകാശ് എന്നെ പ്രേമിക്കാൻ തോന്നിയ നേരത്ത് നിനക്കെന്നെ പ്രേമിച്ചൂടായിരുന്നോ? എന്നിട്ട് നിനക്കെന്നെ കല്യാണം കഴിച്ചൂടായിരുന്നോ? എങ്കിൽ പിന്നെ ഒരിക്കലും പിരിയേണ്ടി വരില്ലായിരുന്നല്ലോ നമുക്ക്. അതും തോന്നിയില്ല ഈ മരമാക്രിക്ക്. എന്താടാ? സോറി. രണ്ടുപേർക്കുണ്ടല്ലോ കത്ത് ഓരോന്ന് കൊടുത്തേക്കാം. മൂപ്പർക്ക് ഭാഷയുടെ കത്താ രണ്ടുപേർക്കുണ്ട്. ഡൽഹിന്നാവും. നിനക്ക് പിന്നെ പ്രേമലേഖനാണെന്ന് വിചാരിക്കാം. എനിക്കെന്തോന്നാ അവൾ എഴുതാൻ? നോ എക്സ്ചേഞ്ച്. എന്റെ കത്ത് നീ വായിക്കുന്നു, നിന്റെ കത്ത് ഞാനും. ആ, പ്രിയപ്പെട്ട എബിക്ക്, വല്ലപ്പോഴും ഒരിക്കലും ഒരു കത്തയക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് എടുക്കാവല്ലോ അല്ലേ? അല്ലേ? ഇന്നലെയാണ് ഡാഡിയുടെ കൂടെ ഡൽഹിയിൽ എത്തിയത്. പണ്ടൊക്കെ ഡൽഹി ഒരു വലിയ കൗതുകമായിരുന്നു. ഇപ്പൊ അതുമില്ല. ഇന്നലെ രാത്രി കുറെ നേരം ഡാഡിയും ഞാനും എബിയെ കുറിച്ച് സംസാരിച്ചു. ഡാഡിയാണ് പറഞ്ഞത് എബിക്ക് എഴുതാൻ. ഡാഡി പറയാ ഇപ്പോഴും വൈകിട്ടില്ലാന്ന്. എബിയെ മനസ്സിലാക്കാൻ എന്തായാലും സോണി എന്റെ കത്ത് നീ വായിക്കണ്ട.
ഇന്നലെ രാത്രി കുറെ നേരം ഡാഡിയും ഞാനും എബിയെക്കുറിച്ച് സംസാരിച്ചു. ഡാഡിയെ പറഞ്ഞത് എബിക്ക് എഴുതാൻ. ഡാഡി പറയാ ഇപ്പോഴും വൈകിട്ടില്ലെന്ന്. എബിയെ മനസ്സിലാക്കാൻ എന്തായാലും സോനയ്ക്ക് കഴിയാതെ വരില്ലെന്ന്. ഒരുപക്ഷേ എബിയുടെ മനസ്സിലുള്ളതുപോലെ സോനയുടെ മനസ്സിലും അതേ തോന്നലുണ്ടായിക്കൂടുന്നില്ലല്ലോ. പ്രേമമെന്ന് പറയുന്നത് അങ്ങനെയാണ് ബി. ഇത്ര അടുത്ത കൂട്ടുകാരിയായിട്ടും എബിയുടെ മനസ്സെന്തെന്നറിയാൻ സോനയ്ക്ക് കഴിഞ്ഞോ? അതുപോലെ എബിക്കും കഴിയില്ല. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കേ. എല്ലാം തുറന്നു പറയും സോനയോട്. പരസ്പരം ഒന്നും മറച്ചു വെക്കാറില്ലെന്ന് നീ പഠിച്ചിട്ട് ഇത്രയും വലിയൊരു ചതി നിനക്ക് എങ്ങനെ അതിന് കഴിഞ്ഞു? എങ്ങനെ കഴിഞ്ഞൂടാ? ഒരു സൂചന എപ്പോഴെങ്കിലും തന്നിരുന്നെങ്കിൽ ഞാനിങ്ങനെ വിട്ടുവേഷം കേട്ടുമായിരുന്നു. ഒരു വാക്ക് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നോ? പ്രകാശിനോട് എന്താ മറുപടി പറയണ്ടെന്ന് 1000 വട്ടം ചോദിച്ചില്ല ഞാൻ. അപ്പൊ പറഞ്ഞൂടായിരുന്നോ നിനക്ക്? പക്ഷേ ഡാഡിയെ കാണാൻ പോകാഞ്ഞതിന് അന്ന് എന്ത് മാത്രം ഞാൻ നിന്നെ ശകാരിച്ചു. അപ്പോഴെങ്കിലും പറഞ്ഞൂടായിരുന്നോ നിനക്ക്? എല്ലാം ഉള്ളിലൊതുക്കി വെച്ച് നടന്നില്ലേ? ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? നിന്നെക്കാളും വലുതാണോ എനിക്ക് പ്രകാശിന്റെ സ്നേഹം? നിന്നെ സങ്കടപ്പെടുത്തിട്ട് എനിക്ക് ഒന്നും വേണ്ട. ആരും എന്നെ സ്നേഹിക്കണ്ട, ആരും എന്നെ വിവാഹം കഴിക്കണ്ട. എന്നെ തൊടണ്ട. തോൽപ്പിച്ചില്ലേ നീ എന്നെ? പറ്റിച്ചില്ലേ നീ എന്നെ? എന്താ നിനക്ക്? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. പറ, ഞാനിനി എന്താ ചെയ്യേണ്ടത്?